ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആഫ്രിക്കൻ പര്യടനത്തിന്റെ മൂന്നാം ഘട്ടത്തിനായി ലിയോ 14 മാർപ്പാപ്പ അംഗോളയുടെ തലസ്ഥാനമായ ലുവാണ്ടയിലെത്തി. കാമറൂണിലെ സന്ദർശനം പൂർത്തിയാക്കി യൗണ്ടേവിലെ വിമാനത്താവളത്തിൽ ലിയോ പാപ്പ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ 10,000-കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. തങ്ങളുടെ പ്രിയപ്പെട്ട ഇടയനെ നേരിൽ കാണുന്നതിനും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിനുമായി 100-കണക്കിന് വിശ്വാസികളാണ് തലേ ദിവസം തന്നെ വിമാനത്താവള പരിസരത്ത് തമ്പടിച്ചത്. തുറന്ന സ്ഥലത്ത് ഉറങ്ങിയും പ്രാർത്ഥനകളിൽ മുഴുകിയുമാണ് അവർ പുലർച്ചെ നടന്ന ദിവ്യബലിക്കായി കാത്തിരുന്നത്. കാമറൂണിലെ ജനതയുടെ ആഴമായ വിശ്വാസത്തിന്റെ തെളിവായി ഈ ജനപങ്കാളിത്തം മാറി. ഏപ്രിൽ 23-ന് പര്യടനം പൂർത്തിയാക്കി മാർപ്പാപ്പ റോമിലേക്ക് മടങ്ങും. അമേരിക്കയിലെ ദരിദ്രരായ കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും നൽകിവരുന്ന വിമൻ, ഇൻഫന്റ് ആൻഡ് ചിൽഡ്രൻ പദ്ധതിയുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നതിന്റെ നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് മയാമി ആർച്ച് ബിഷപ്പ് തോമസ് വെങ്കി US കോൺഗ്രസിനോട് അഭ്യർത്ഥിച്ചു. ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ആരോഗ്യത്തെയും ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കുട്ടികളുടെ പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ WIC പദ്ധതി നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഇത് കേവലം ഒരു സാമ്പത്തിക വിഷയമല്ല, മറിച്ച് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷാവസ്ഥ പരിഹരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും യൂറോപ്യൻ യൂണിയൻ നിർണായക പങ്ക് വഹിക്കണമെന്ന് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്ത പിറ്റ്സവെല്ല ബ്രസൽസിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ ബിഷപ്പുമാരുടെ സമിതിയുടെ പ്ലീനറി സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശുദ്ധ നാട്ടിലെ സഭ അനുഭവിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും ഗാസയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മാനുഷിക പ്രതിസന്ധികളെക്കുറിച്ചും അദ്ദേഹം ബിഷപ്പുമാരുമായി വിശദമായി ചർച്ച ചെയ്തു. അക്രമങ്ങൾക്കും വിദ്വേഷത്തിനും പകരം ചർച്ചകളിലൂടെയും പരസ്പര ധാരണയിലൂടെയും മാത്രമേ ശാശ്വത പരിഹാരം സാധ്യമാകൂവെന്ന് സമ്മേളനം വിലയിരുത്തി. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ജനതയ്ക്കായി ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനയും പിന്തുണയും കർദിനാൾ അഭ്യർത്ഥിച്ചു. കത്തോലിക്ക സഭയിലെ പൗരോഹിത്യത്തിലേക്കോ സന്യാസ ജീവിതത്തിലേക്കോ കടന്നുവരുവാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് മാർഗനിർദ്ദേശവും പരിശീലനവും നൽകുന്നതിനായി അർജന്റീനയിലെ കാറ്റമാർക്ക രൂപതയിൽ കാസ നസ്രത്ത് എന്ന പേരിൽ പുതിയ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഏപ്രിൽ 15-ന് കാറ്റമാർക്ക ബിഷപ്പ് മോൺസിഞ്ഞോർ ലൂയിസ് ഉർബാനിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെയാണ് ഈ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. ദൈവവിളി തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് സെമിനാരി പ്രവേശനത്തിന് മുൻപായി പ്രാർത്ഥനയിലൂടെയും ആത്മീയ ചിന്തകളിലൂടെയും തങ്ങളുടെ ജീവിത ലക്ഷ്യം വ്യക്തമാക്കാൻ സഹായിക്കുക എന്നതാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യം. യേശു വളർന്ന നസ്രത്തിലെ ഭവനം പോലെ ദൈവവിളി സ്വീകരിച്ചവർക്ക് സുരക്ഷിതമായി വളരുവാനും തങ്ങളുടെ ദൗത്യത്തിന് ഒരുങ്ങാനുമുള്ള ഇടമായാണ് ഈ കേന്ദ്രത്തിന് കാസ നസ്രത്ത് എന്ന പേര് നൽകിയത്. കത്തോലിക്ക സഭയുടെ തലവൻ ലിയോ 14 മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ശുശ്രൂഷകൾക്കും ആരോഗ്യത്തിനുമായി ഈ ഞായറാഴ്ച പ്രത്യേക പ്രാർത്ഥനാ ദിനമായി ആചരിക്കുവാൻ രാജ്യത്തെ വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത് പെറുവിലെ മെത്രാൻ സമിതി. മാർപ്പാപ്പയുടെ ആഫ്രിക്കൻ പര്യടനം തുടരുന്ന പശ്ചാത്തലത്തിലും സഭ നേരിടുന്ന വെല്ലുവിളികൾക്കിടയിൽ അദ്ദേഹത്തിന് ആത്മീയ പിന്തുണ നൽകുന്നതിനുമാണ് പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ ഇടവകകളിലും ചാപ്പലുകളിലും ഈ ഞായറാഴ്ച നടക്കുന്ന വിശുദ്ധ കുർബാനയിൽ മാർപ്പാപ്പയ്ക്കായി പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുവാനും നിർദ്ദേശമുണ്ട്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.